പ്രകൃതി ദുരന്തത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വ്യാപകമായി അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത തുക ഉപയോഗിച്ച് വയനാടിൽ ഒരു 15 വീടുകൾ നിർമ്മിച്ചു നൽകാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വല്ലാത്ത ഒരു പ്രയാസമാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുണ്ടായത്. ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ വ്യാപാരികളെ സഹായിക്കുവാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ വ്യാപാരി വ്യവസായ സമിതി അതിന്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വ്യാപാരി സമിതിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മരവ്യവസായ സമിതി പുതുതായി അവിടെ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് 1000 കട്ടിലുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. മൊബൈൽ വ്യാപാരി വ്യവസായ സമിതി ഇതിനോടകം തന്നെ 300 മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ ഭരണകൂടത്തെ ഇതിനോടകം ഏൽപ്പിച്ചു. ഒട്ടേറെ വാളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വയനാടിന്റെ ചൂരൽമലയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രളയമുണ്ടായ ദിവസവും സമീപ ദിവസങ്ങളിലുമെല്ലാം അവിടെ ഭക്ഷണ സാധനങ്ങളും അവശ്യ വസ്തുക്കളും എല്ലാം വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രളയത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് എന്ന അഭിപ്രായമാണ് സമിതിക്കുള്ളത്. മാത്രവുമല്ല, സൈന്യവും സന്നദ്ധ വാളണ്ടിയർമാരുമെല്ലാം സുത്യർഹമായിട്ടുള്ള സേവനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം വിവിധ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവരുടെ വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്ന് റിസർവ് ബാങ്കിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ മൊറട്ടോറിയം കാലയളവിൽ അവർ നൽകേണ്ട ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകൾക്ക് നൽകേണ്ട പലിശ പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കണം എന്ന അഭ്യർത്ഥനയും ഇതോടൊപ്പം വെക്കുകയാണ്. അതേപോലെ തന്നെ കടകൾ നഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകൾ വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോടും കണ്ണൂരുമെല്ലാം ഈ പ്രളയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ പുനരധിവസിപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് കൂടെ നടപ്പിലാക്കണം എന്ന അഭ്യർത്ഥന ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാൻ.